തരം താഴെന്ന് ഞാൻ പറയില്ല, അങ്ങനെ ആവാൻ പാടില്ല. ഈ ഒരു സ്റ്റണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിശദീകരണം നിർത്തിയാൽ മതി, ഇവിടുത്തെ പ്രശ്നമൊക്കെ അവസാനിക്കൂ. ഇല്ല, നിങ്ങളിപ്പോ എന്തെല്ലാം സംശയങ്ങൾ നിങ്ങൾ തീർത്തു, ഇത് നിങ്ങൾക്ക് അറിയുമായിരുന്നോ? വിശദീകരിച്ചുകൊണ്ട് മാത്രമല്ല മനസ്സിലായത്, അതുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. ഞങ്ങൾക്കാർക്കും ഇനി വയസ്സുകാലത്ത് കുട്ടികളെ ആചാര്യ പൂതിയൊന്നുമില്ല, അങ്ങനെ ഉണ്ടല്ലോ, അതില്ല. പിന്നെന്തേ, പിന്നെ നമ്മളൊരു സമ്മേളനം നിശ്ചയിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഒത്തുപിടിച്ചാൽ തന്നെ വിജയിക്കുള്ളൂ. ഒത്തുപിടിച്ചാൽ പെട്ടെന്ന് വിജയിക്കും. അപ്പൊ അല്ലാഹു തആല ഇതിനു വേണ്ടി പണിയെടുക്കുന്നവരെ കയ്യൊഴിക്കൂലാനുള്ള ഉറപ്പാണ്. നിങ്ങൾക്കറിയില്ല, പീലാത്തറയിൽ പന്തല് 5 ദിവസം പന്തല് കെട്ടിണ്ടാക്കിയ പന്തലാണ് വീണുപോവുക. വീണല്ല, വീഴ്ത്തിയതാ. എന്തേ, ഇനി ഏതായാലും നടക്കൂല, നമുക്കിത് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് നിരാശരായി AP അബ്ദുൽ ഖാദർ മൗലവി മൂടും തട്ടിയായിട്ട് പോയിക്കോട്ടെ എന്നാ വിചാരിച്ച് ഇല്ലേ. നാട്ടിൽ നിന്നൊക്കെ നാട്ടിൽ കുട്ടികളിറങ്ങി, പന്തല് കെട്ടി, സമ്മേളനം നടന്നു. വെള്ളല്ല, ആളിന് വെള്ളല്ല, കുടിക്കാന് വെള്ളത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ടല്ലോ, ഒരു മന്ത്രി. അദ്ദേഹം താക്കോല്, ജീപ്പിന്റെ താക്കോലും ചോദിച്ചിട്ട് ചിരിച്ചിട്ട് പുറത്തിങ്ങനെ നിൽക്കുക, വെള്ളത്തിന് ദാഹിക്കും. എന്തേ, ഇത് തകർന്നു പോയിക്കോട്ടെ എന്നാ അന്ന് വിചാരിച്ച് കൂടെന്നോര് ചെയ്തത്. എന്നിട്ട് ഇത് പരാജയപ്പെട്ടില്ല. എന്തേ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അള്ളാഹു തആല സഹായിക്കും. അങ്ങനെ ആരെങ്കിലും ഇതിന് നിൽക്കുന്നില്ലെങ്കിൽ ഓരോ അള്ളാഹു തആല പരാജയപ്പെടുന്നല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയാൽ തൗഹീദ് പ്രസ്ഥാനം വിജയിക്കും. നമ്മൾ 8ാം സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ച് അതിന്റെ പകുതിയിലേറെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുക. എന്താ പകുതിയിലേറെ? പ്രചരണ യോഗങ്ങൾ മുഴുവൻ കഴിഞ്ഞു. എറണാകുളം മറൈൻ ഡ്രൈവിൽ ഏപ്രിൽ 1-ാം തീയതി തുടങ്ങിയ ആ പ്രചരണത്തോടുകൂടി പിന്നീട് ജില്ലകൾ തോറും അത് നടത്തുന്നു. മണ്ഡലങ്ങൾ തോറും ഏകദേശം പൂർത്തിയാകുന്നിടത്തെത്തി. ഹദീസ് സെമിനാറുകൾ നടത്തി. വനിതാ സമ്മേളനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട്. ഇതൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അതിനിടെ റമദാൻ വന്നു, അല്പം പിന്നിലായിരുന്നു. ഇനി അതിന്റെ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട നേരമാണ്. നമ്മൾ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി യുദ്ധകാലാടിസ്ഥാനത്തിൽ സമ്മേളന വിജയത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അത് പരിശ്രമിച്ചാലേ തൗഹീദ് ഇവിടെ നിലനിൽക്കുള്ളൂ. ഞങ്ങൾക്കറിയോ, നമ്മൾ ഭിന്നിച്ച് നഷ്ടപ്പെടുന്നത് എന്തുമാത്രം വേദനയുള്ളവർ പ്രതിയോഗികളെ കൂട്ടത്തിലുണ്ടെന്നറിയോ? സെൽഫി എപ്പോഴും പറയും നിന്നെ ഉദ്ധരിച്ചുകൊണ്ട്. എന്റെ ഒരു സ്നേഹിതൻ, ഒരു രാഷ്ട്രീയ നേതാവ്, പച്ചക്കുറാഫിയാണ്, ഞാൻ നിങ്ങളെ എന്നും തർക്കാണ്. അങ്ങനത്തെ മനുഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവാണ്, ഓഫറല്ലാഹു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ ഒരു മദിനി, നമ്മൾ മടബൂരികളുമായിട്ടുള്ള ഈ നോട്ടീസ് യുദ്ധം ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആളെ വെക്കാത്ത നോട്ടീസിൽ അങ്ങനെ പഴിക്കുന്ന കാലം വരാം. ഭിന്നിപ്പിന്റെ വക്കത്ത് അതിന്റെ നൊമ്പലം അനുഭവിക്കുന്ന പ്രസവ വേദന ഉള്ള നേരത്ത പലയാതി അനാവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം പറയാണ് ഒരു കല്യാണ സദസ്സിൽ നിന്ന്, മദിനി നിങ്ങൾ ഭിന്നിക്കരുത് കേട്ടോ, നിങ്ങൾ ഭിന്നിച്ചാല് ഞങ്ങൾ ബിംബാരാധന നിർത്തൂലട്ടോ മദിനി. ഇത് ഒരു മുജാഹിദ് പറഞ്ഞതല്ല, ഇത് ഒരു സുന്നി നേതാവ് പറഞ്ഞ, രാഷ്ട്രീയക്കാരൻ പറഞ്ഞ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യകത പുറത്തുള്ളവർ മനസ്സിലാക്കുന്ന രൂപമാണത്. കുട്ടികളെ നിങ്ങളെ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു പ്രസ്ഥാനം നശിച്ചു കാണാൻ ശൈത്താൻ ആഗ്രഹിക്കും. അതിന് നമ്മൾ നിന്നു കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് സമ്മേളനവുമായി മുന്നോട്ട് പോകണം, അതിന് കിണഞ്ഞ് ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ തളർന്നു പോകും എന്നൊരൊറ്റ വേദന ഉള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് ആത്മാർത്ഥമായി പഠിക്കുന്നതെല്ലാം നല്ലതാണ്. പണ്ടത്തെ മുജാഹിദ് കാരണവന്മാർക്കൊക്കെ ഇതിലൊരു സംശയവുമില്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സാധാരണ മെമ്പർമാർക്ക് ഇതിലൊരു സംശയവുമില്ല. നിങ്ങളെ മനസ്സിലാക്കണം, KNM-ന്റെ ഒരു മെമ്പർക്കും ഈ വിഷയത്തിൽ സംശയമില്ല. വളർന്നു വരുന്നവർക്കോ അല്ലെങ്കിൽ ഉയർന്നു പഠിച്ച മൗലവിമാർക്കോ ചിലർക്കേ സംശയമുള്ളൂ, കുട്ടികൾക്കേ സംശയമുള്ളൂ. അതെന്തേ? മുജാഹിദ് പ്രസ്ഥാനം വളർത്തിയത് ഇവിടെ ഇത് പുത്തൂർ മണ്ഡലമാണല്ലോ. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ ഒരു മനുഷ്യനുണ്ടായിനി. ആരാണ്? പാലക്കാന്തോട് ഇബ്രാഹിം കുട്ടി മൗലവി. അദ്ദേഹമാണ് ഈ പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവന്ന്. ഈ അബ്ദുസലാമിന്റെയും വഹാബിന്റെയും ഒക്കെ ബാപ്പ. അദ്ദേഹമൊക്കെ തുടങ്ങി വെച്ച കാലത്തെ സാധാരണക്കാര് ഇന്നിവിടെ ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ തൗഹീദിൽ വളരെ വളരെ കൃത്യമായും സംശയങ്ങൾ തീർത്തവരാണ്.
നമ്മൾ ആ സംശയം തീർക്കണേ, നമ്മൾ ശരിക്കും ആ കാര്യം മനസ്സിലാക്കണം എന്നും കൂടി ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ്. നമ്മുടെ കാരണവന്മാരൊക്കെ ഒരുപാട് ത്യാഗം ചെയ്യിച്ചിട്ടാണ് ഇത് വളർത്തിയത്. അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള മാനസികമായ അടുപ്പം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മാന്യതയ്ക്ക് നിരക്കാത്ത രൂപത്തിലുള്ള പ്രകടനങ്ങളോ അല്ലെങ്കിൽ പദപ്രയോഗങ്ങളോ വിശേഷിച്ച് നമ്മുടെ കൂട്ടുകാർ തമ്മിൽ വിശേഷിച്ചും നമ്മൾ പ്രയോഗിക്കരുത്. അത് ശരിയല്ല എന്ന് നാം മനസ്സിലാക്കണം. സർവോപരി ഒറ്റ കാര്യമുണ്ടല്ലോ, നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ബോധപൂർവം നമ്മളൊരു ആളെ ഇകഴ്ത്തുന്ന എന്തെങ്കിലും ഒന്ന് യൂട്യൂബിൽ കൊടുത്താലും പിന്നെ മൊബൈലിൽ വിട്ടാലും എന്ത് SMS ചെയ്താലും മനസ്സിലുള്ളതിന് പ്രതിഫലം കിട്ടുന്ന ഒരു നാള് നമുക്ക് വരാനുണ്ട്. ആ റിക്കാർഡ് അല്ലാഹു തആല നമ്മളെ മുന്നിൽ കാണിക്കും എന്ന ബോധം നമുക്കുണ്ടാകണം എന്നുകൂടി ഞാൻ എന്നെയും നിങ്ങളെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.